അവർ പുറത്തു വരുന്ന കാലത്ത് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് ഏറ്റവും വലിയ പേടിയിലാണ്. ആ രാജാവ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവേ, നിന്റെ ഭാഗത്ത് നിന്ന് ഈ സമുദായത്തിന്റെ മനസ്സിലുള്ള സന്ദേഹം, അവർക്ക് വരുന്ന സംശയം, പുനരുദ്ധാരണം ഉണ്ടോ എന്നാണ് ആളുകൾ സംശയിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ തന്നെ, അതെ, അള്ളാഹുവിന്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കുന്നവർ തന്നെ നല്ലൊരു ശതമാനം ആളുകളുടെ മനസ്സിലും ആശങ്ക, മരിച്ചതിന് ശേഷം പിന്നൊരു ജീവിതമുണ്ടോ? ആ ആശങ്കക്ക് മറുപടി നൽകി ഈ ഗുഹാവാസികൾ പുറത്തു വന്നപ്പോൾ വകദാലിക അസർനാ അലൈഹിം ലിയഅലമൂ അന്ന വഅദല്ലാഹി ഹഖ് വഅന്ന അസ്സാഅത ലാ റൈബ ഫീഹാ ഇദ് യതനാസഊന ബൈനഹും. അതെ, അവർക്കിടയിൽ അഭിപ്രായ ഭിന്നത വന്ന വിഷയമാണ്. മരിച്ചതിന് ശേഷം ഇനിയൊരു ജീവിതമോ? അത് ശരിക്ക് അവരെ മനസ്സിലങ്ങ് തറുവാക്കാൻ വേണ്ടി, നന്നായി കെട്ടിയുറപ്പിക്കാൻ വേണ്ടി അസർനാ അലൈഹിം, ഈ ഗുഹാവാസികളെ നമ്മൾ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നു. അവരെ ലോകത്തിന്റെ മുന്നിൽ നമ്മൾ വെളിവാക്കി. അവരിൽ നിന്ന് ലോകം പഠിച്ചത് ഏറ്റവും വലിയ ആത്മീയതയാണ്. എൻ്റെ സഹോദരന്മാരോട്, സഹോദരിമാരോട്, ആത്മീയ രംഗത്ത് മുന്നേറുന്ന യുവാക്കളോട്, യുവസമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് നല്ല രൂപത്തിൽ അധ്വാനിക്കുന്ന ഉപ്പമാരോട്, ഉമ്മമാരോട് ഞാൻ ആദ്യമായൊരു വിഷയം പറയട്ടെ. നമ്മുടെ മാർഗം നല്ല മാർഗമായിരിക്കണം. നമ്മെ കണ്ട് ജീവിക്കുന്ന യുവതി യുവാക്കൾ നല്ല സ്വഭാവത്തിലും നല്ല ഇബാദത്തിലും വളർന്നു വരാൻ, നന്മ നിറഞ്ഞവരാകാൻ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമതായി നമ്മൾ ആലോചിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, ഒരു യുവാവിന് എല്ലാ ഘട്ടങ്ങളിലും നന്മ വേണോ? അവൻ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട വിഷയം, അവന്റെ ആത്മീയമായ മേഖലകളിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, അസ്ഹാബുൽ കഹ്ഫ് ശ്രദ്ധിച്ചൊരു വിഷയമുണ്ട്. അവർ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റപ്പോ, ഭക്ഷണത്തിന് ആവശ്യം വന്നപ്പോ, കൂട്ടത്തിൽ ഒരാളെ കയ്യിലുള്ള ചെറിയ നാണയങ്ങളും കൊടുത്ത് പറഞ്ഞേക്കുമ്പോ കൊടുത്തൊരു ഉപദേശമുണ്ട്. ഫല്ലൻദുർ അയ്യുഹാ അസ്കാ തആമൻ ഫല്ലഅതികും ബിരിസ്ഖിൻ മിൻ. കഴിക്കാൻ പറ്റിയ ഹലാലായ ഭക്ഷണം നോക്കിക്കൊണ്ടുവരണം. തീർത്തും ഹലാലായത് മാത്രം ഭുജിക്കണം. കുട്ടിക്കാലം മുതൽക്ക് അങ്ങനെ ഭക്ഷിപ്പിക്കണം. എങ്കിലേ നല്ല യുവാക്കളും നല്ല യുവതികളും നാട്ടിലും വീട്ടിലും കുടുംബങ്ങളിലും സംജാതമാകൂ. ഒരു തർക്കവും ആ വിഷയത്തിലില്ല. ഏറ്റവും വലിയ അധ്വാനമാണത്, ചെറിയ അധ്വാനമൊന്നുമല്ല. കാശ് കൊടുത്ത് പറഞ്ഞേക്കുമ്പോൾ അവരുടെ ഉപദേശം, നമ്മൾ ഇത്രയും കാലം ചൊല്ലിയ തസ്ബീഹ്, അതിൻ്റെ ആ ഒരു ആത്മീയത, അതിൻ്റെ ആ ഒരു മധുരാനുഭവം നഷ്ടപ്പെടരുത്. അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസത്തിന് കുറവ് വരരുത്. അതിനൊക്കെ കുറവ് വരും കടിക്കുന്നതും കുടിക്കുന്നതും നന്നാവാതിരുന്നാൽ. ഫല്ലൻദുർ അയ്യുഹാ അസ്കാ തആമൻ ഫല്ലഅതികും ബിരിസ്ഖിൻ മിൻ. ബാപ്പയും ഉമ്മയും യഥേഷ്ടം സമ്പത്ത് മക്കളിലേക്ക് ഒഴുകി. അവർ ഓരോ സമയത്തും റോട്ടിലേക്ക് ഇറങ്ങി, അറുത്തതാണോ ചത്തതാണോ നോക്കാതെ എല്ലാ ടൈമിലും ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ മട്ടൻ ഫ്രൈ അല്ലെങ്കിൽ ബീഫ് ഫ്രൈ അടിച്ചു മാറി തിന്നുകയാണ്. ഇത് തിന്നാൻ പറ്റിയതാണോ അല്ലേ എന്നുള്ള, കയ്യിൽ കാശുണ്ടോ ഇല്ലയെന്ന് ഒറ്റ നോട്ടേ ഉള്ളൂ. ഏതാ വകുപ്പ് എന്നുള്ളൊരു നോട്ടം കൂടിയില്ല. അതുകൊണ്ട് മക്കൾ കേടുവരും, ആണും പെണ്ണും കേടുവരും. ഇഷ്ടം പോലെ നിങ്ങളൊന്ന് ഇറങ്ങി നോക്കൊരു 11 മണിക്ക് പൊരിച്ച വാസന വരുന്ന എല്ലാ കടയുടെയും മുന്നിലൊന്ന് പോയി നിന്ന് നോക്കൂ, കണക്കെടുക്കാൻ കഴിയും. രാത്രി 2 മണി വരെ 3 മണി വരെ ഏറ്റവും അധികം അവിടെ സമീപിക്കുന്നത് ആരാ? 15 മുതൽ 40 ഇടയിൽ പ്രായമുള്ള നല്ല കരുത്തുറ്റ യുവസമൂഹം. ആണുണ്ട്, പെണ്ണുണ്ട്. അവർ ഭക്ഷിക്കുന്ന ഭക്ഷണങ്ങൾ ശരിയല്ല. പിന്നെ ഇവിടുന്ന് ഇബാദത്തിന് രൂപപ്പെട്ടു വരും. ആത്മീയമായ പരിവേഷം എങ്ങനെ മനസ്സിൽ വരും? നന്മയോടുള്ളൊരു പ്രതിബദ്ധത അവരെ മനസ്സിൽ എങ്ങനെ ഉണ്ടായിത്തീരും? എങ്ങനെ അതിൽ സഹകരിക്കാനും സംബന്ധിക്കാനും കഴിയും? ആദ്യമായിട്ട് ഉണ്ണുന്നത് നന്നാകണം. ഫല്ലഅതികും ബിരിസ്ഖിൻ മിൻ. വെറുതെ പറഞ്ഞതല്ല ഉപദേശം. ഫല്ലൻദുർ അയ്യുഹാ അസ്കാ തആമൻ. ഭക്ഷണത്തിന് ഒരാളെ പറഞ്ഞേക്കുമ്പോൾ പറഞ്ഞു, ഭക്ഷിക്കാൻ നമുക്ക് പറ്റിയത്, ഹലാലായത്,
ഹലാൽ എന്ന അക്ഷരങ്ങൾ എഴുതി കുറിച്ചതല്ല, നിയമപരമായിട്ട് വിശുദ്ധ ദീനിന്റെ നിയമപരമായിട്ടുള്ള ഹലാല് എഴുതിയത് ഒരുപാട് അങ്ങനെ കാണും. എഴുതിയതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിയമപരമായിട്ട് വസ്തുതാപരമായിട്ട് ദീൻ പഠിപ്പിക്കുന്ന ഒരു ഹലാലില്ലേ, ആ ഹലാൽ അത് അന്വേഷിക്കണം. അല്ലെങ്കിൽ പറ്റിയത് മാത്രം ഭക്ഷിക്കണം. അങ്ങനെയാണോ സഹോദരങ്ങളെ? നിങ്ങൾ നോക്ക്. അതുകൊണ്ടാ മക്കൾ അനുസരിക്കാത്തത്. നമ്മൾ ആ വിഷയത്തിൽ നല്ല ശ്രദ്ധാലുക്കളാകണം. പഴയ കാലത്തൊക്കെ നാട്ടിലെ ഉപ്പമാര് ഉമ്മമാര് അവർക്ക് ഇറച്ചി വാങ്ങലല്ല ലക്ഷ്യം, ഉണ്ണാൻ പറ്റുന്ന ഇറച്ചി വാങ്ങലാണ് ലക്ഷ്യം. ഇന്ന് കിലോ തൂക്കിയിട്ട് ഇറച്ചി ഇങ്ങോട്ട് കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. ഇനി അറുത്തിട്ടില്ല, അറുക്കേണ്ടി വന്നിട്ടില്ല, അപ്പോഴേക്ക് റെഡി ആയിട്ടുണ്ട്, അതൊന്നും നോക്കേണ്ടയില്ല. ഇങ്ങനെ കാണുമ്പോൾ ഇറച്ചിയാണോ വാങ്ങിയാൽ മതി. അത് പറ്റൂല. അവിടെയാണ് മുഴുവൻ വിഷയങ്ങളും കേടുവരുന്നത്. മുഴുവൻ പ്രശ്നങ്ങൾക്കും വിഷയം വരുന്നത് അവിടെയാണ്. യുവത്വ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും വളരെയധികം ശ്രദ്ധിച്ചൊരു ശ്രദ്ധ അതല്ലേ. മഹാന്മാരുടെ തിളക്കമാർന്ന യുവത്വം മുഴുവനും ഒന്ന് എടുത്തു നോക്കൂ നിങ്ങൾ. ഏറ്റവും അധികം ശ്രദ്ധിച്ചത്, ഏറ്റവും അധികം സൂക്ഷിച്ചത് ആ ഒരു വിഷയമായിട്ട് നമുക്ക് കാണാൻ കഴിയും. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ നല്ല പ്രസരിപ്പുള്ള കാലത്ത് അവരൊരു വിഷയം ഒന്ന് ആജ്ഞാപിച്ചാൽ മതി, ഇഷ്ടമുള്ളത് കൊണ്ടുവന്നു കൊടുക്കും. പക്ഷേ മുന്നിലെത്തുമ്പോൾ ആദ്യം അന്വേഷിച്ചിട്ടേ, ശരിയായ നിലക്ക് ഉറപ്പ് കിട്ടിയിട്ടേ അത് ഭക്ഷിക്കുകയുള്ളൂ, കുടിക്കുകയുള്ളൂ. ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, 100% ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. പഴയ കാലത്തൊക്കെ നാട്ടിൽ ആരെങ്കിലും ഒരറവ് നടത്തിയാൽ വാങ്ങാൻ പോകുന്നവർ മുഴുവനും ചോദിക്കും, ആരാ അർത്ഥത് കേൾക്കൂലേ? അങ്ങനത്തെ ചോദ്യം കേട്ടെങ്കിലും ഒന്ന് മൊബൈലിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് വിടുന്നുണ്ട്. പഴയ കാലത്തൊക്കെ ചോദിക്കൂ, ആരാ അർത്ഥ് ചോദിക്കും. പോത്തിങ്ങനെ റെഡിയായി കിടക്കും, ആരാ അർത്ഥ്? അത് ഇവിടെ നമ്മളെ മറ്റേ ഉസ്താദാണ്. ഉസ്താദ് അർത്ഥ്. ഒരു ഗ്രന്ഥു ആരാ അർത്ഥം അറിയില്ലേ? എന്നാ തൽക്കാലം ഒന്ന് പച്ചക്കറി ആക്കാം, തിരിച്ചു പോകും. അവരെ ഈമാൻ, നമ്മളത്ര ABCയുടെയും വിദ്യാഭ്യാസവും ഭാഷാ വൈപുല്യം അവർക്കില്ല. പക്ഷെ അവർക്ക് കറകളഞ്ഞ ഈമാനും ഇഖ്ലാസും ഉണ്ട്. അതിൻ്റെ മേൽവിലാസത്തിലാണ് ആ ചോദ്യം. തീർത്തും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്, എൻ്റെ മക്കൾ ഭക്ഷിക്കുന്നത്, എൻ്റെ കുടുംബം ഭക്ഷിക്കുന്നത് ആ രീതിയിൽ തീർത്തും ശരിയാകണം. അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടതാണ്. മക്കളെ മാത്രം കുറ്റം പറയുന്നിടത്ത് ഞാനൊരു നിലക്കും സപ്പോർട്ട് നിൽക്കാൻ ആളല്ല. അങ്ങനെ പറയും പലരും, ഉസ്താദേ നമ്മൾ എത്ര അധ്വാനിച്ചു കൊടുത്താലും, നമ്മൾ എത്ര ഉണ്ടായി കൊടുത്താലും കുട്ടികളങ്ങനെ നന്നാകുന്നില്ല. ആദ്യമായിട്ട് ഈ പടി ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു നിലക്കും പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ണാൻ കൊടുക്കുന്നത്, ഭക്ഷിക്കാൻ കൊടുക്കുന്നത് ലെവലാകണം. എങ്കിലേ നല്ല രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ നന്നായി കിട്ടുകയുള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ വിശുദ്ധരായ മഹാന്മാർ ആരാണ്? അംബിയ മുർസലുകളല്ലേ ഏറ്റവും മഹത്വമുള്ളവർ. മുർസലുകൾക്കല്ലേ അള്ളാഹു വലിയ മഹത്വം നൽകിയിട്ടുള്ളത്. അവരെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഉപദേശം കണ്ടില്ലേ? യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. മുർസലീങ്ങളെ, നമ്മൾ തന്നത് മുഴുവനും നിങ്ങൾ ഭക്ഷിക്കരുത്. ഹലാലിൽ നിന്ന് മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾ ഭക്ഷിക്കണം. വഅമലൂ സാലിഹാ, സുകൃതങ്ങൾ പ്രവർത്തിക്കണം. നല്ല പ്രവർത്തനങ്ങൾ വരണോ? നല്ലത് ഭക്ഷിച്ചെങ്കിലേ വരൂ, അല്ലെങ്കിൽ നല്ല പ്രവർത്തനം വരൂല. നല്ല അനുസരണവും നല്ല ബുദ്ധിയും നല്ല ശുദ്ധിയും നല്ല മികവും കിട്ടുകയില്ല. ഇതേ അഭ്യർത്ഥന വിശ്വാസികളായ നമ്മോടും അല്ലാഹു നടത്തിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. മുഅ്മിനീങ്ങളെ, നാം നൽകിയതിൽ നിന്ന് ഹലാലിൽ നിന്ന് മാത്രം ഭക്ഷിക്കുക. എന്നിട്ട് അല്ലാഹുവിന് നിങ്ങൾ ശുക്ർ ചെയ്യുക.
അള്ളാഹുവിന് യഥാർത്ഥ ശുക്ർ ചെയ്യുന്ന ആളായി കിട്ടണമോ? ഭക്ഷിക്കുന്നത് തീർത്തും അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിലാകണം, അല്ലാത്തതൊന്നും ഭക്ഷിക്കരുത്. ഉദാഹരണമായി പറയട്ടെ, വിശുദ്ധ ദീൻ ഏറ്റവും കൂടുതൽ വിലക്കിയതല്ലേ പന്നിമാംസം? വെച്ച് വിളമ്പുന്ന ഹോട്ടലാണെങ്കിൽ അവിടുന്ന് സഹോദരങ്ങളെ ഒരു വെള്ളം കുടിക്കാനോ ഒരു ചായ കുടിക്കാനോ വേറെ ഏതെങ്കിലും ഒരു ചോറ് കഴിക്കാനോ നമുക്കൊരു നിലക്കും കഴിയില്ല. കാരണം നജസ് അപ്പുറത്തും ഇപ്പുറത്തും ആകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. നമ്മൾ ഹോട്ടലുകാരെ പഠിക്കുകയല്ല, വിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുന്ന ദർശനം അങ്ങനെയാണ്. ഒരു നിലക്കും നമുക്ക് അനുവദനീയമല്ലാത്തൊരു സംഗതിയല്ലേ അത്. അതാണോ വെച്ച് വിളമ്പുന്നത്, ഫ്രീ ആക്കി കൊടുക്കുന്നത്? എങ്ങനെയാണ് അവിടുന്ന് വെള്ളം കുടിക്കുന്നത്? എങ്ങനെയാണ് അവിടുന്ന് ചായ കുടിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്? അവരെ ഒന്ന് തൊട്ട് മറ്റൊന്നിലേക്കാകുമ്പോഴേക്ക് അത് നജസായില്ലേ? നജസ് നീങ്ങണമെങ്കിൽ അതിൻ്റെ ഷർത്ത് പ്രകാരമുള്ള ശുദ്ധീകരണം നടത്തേണ്ടതില്ലേ? അത് നടത്താത്ത കാലത്തോളം നജസ് നീങ്ങുമോ? ഇല്ലല്ലോ, ഒരു കാലത്തും നീങ്ങില്ലല്ലോ. അപ്പൊ അത് ഓരോ പാത്രത്തിലേക്കും ഓരോന്നിലേക്കും അങ്ങനെ പകർന്നു പോകില്ലേ? ഇങ്ങനെ ചിന്തിക്കുമ്പോ എന്തെല്ലാം വിഷയങ്ങൾ ആലോചിക്കാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. നജസ് വൃത്തിയാക്കേണ്ടത് എങ്ങനെയെന്നറിയാത്തവൻ അവനൊരു ഭക്ഷണവും ഒരു വിഷയവും വെച്ചുണ്ടാക്കുന്നതിലും അതേ രൂപഭാവം വരും. അവിടെയും ശ്രദ്ധിക്കണം, അവിടെയും സൂക്ഷിക്കണം. നജസ് വൃത്തിയാക്കാൻ അവന് അറിയില്ല, സ്വന്തം നജസും വൃത്തിയാക്കി ശീലമില്ല, മറ്റുള്ള നജസും വൃത്തിയാക്കാൻ കഴിയില്ല. അവനാണ് ഈ രൂപത്തിലൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമുക്കത് പോയി ഭക്ഷിക്കാനും ഉണ്ണാനും പറ്റുമോ? ഇല്ലല്ലോ. അവിടെയാണ് അസ്ഹാബുൽ കഹ്ഫ് നേരത്തെ നിർദ്ദേശം നൽകിയത്. കിട്ടുന്ന മാംസം വാങ്ങാനല്ല പറഞ്ഞത്, കിട്ടുന്ന ഭക്ഷണം വാങ്ങാനുമല്ല ഉപദേശിച്ചത്. ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ യുവസമൂഹം നന്നാകുന്നതിന്റെ പിന്നിൽ കുടുംബത്തിലെ തലവന്മാരായ ബാപ്പയും ഉമ്മയും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. രണ്ടാമത്തെ ഒന്ന്, നന്മയുടെ ഉപദേശങ്ങൾ അവരിലേക്ക് പകർന്നു കൊടുക്കണം. നന്മയുടെ വക്താക്കളായോ സമൂഹം മാറണമോ, നല്ല ഉപദേശം അവരിലേക്ക് പകർന്നു കൊടുക്കണം. ഉപദേശത്തിനും ഇന്ന് കുറവുണ്ട്. ഉപദേശം ഒരിക്കലും കുറഞ്ഞുകൂടാ. ഏതെങ്കിലും ഒരു ചെറിയ രൂപത്തിൽ കളവാകാൻ സാധ്യതയുള്ളൊരു വാക്ക് മകനിൽ നിന്നോ മകളിൽ നിന്നോ കേൾക്കുന്ന സമയം കളവിന്റെ ഗൗരവം പറഞ്ഞു ഉപദേശിക്കണം. എന്തെങ്കിലും ഒരു തിന്മ കാണുമ്പോ ആ തിന്മ നിർത്തുന്ന രൂപത്തിൽ മനസ്സിന് തട്ടുന്ന നല്ല ഉപദേശം കൊടുക്കണം. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ യുവാവായ മകനോട് ആദ്യമായി നൽകിയ ഉപദേശം കണ്ടില്ലേ? യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. അല്ലാഹുവിനെയാണ് ആദ്യമായി മനസ്സിൽ നൽകുന്ന ഉപദേശം. ഒരു ചെറിയ കടുകുമണിയുടെ തൂക്കം, അല്ലെങ്കിൽ വിഭജിക്കാൻ കഴിയാത്ത അത്രയും ചെറിയൊരു അണു, ആ അണുവിന്റെ അത്രയും തൂക്കത്തിലാണോ നീ ഒരു കാര്യം ചെയ്യുന്നത്? അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, ഫതകും ഫീ സഖറ, ആരാരും കാണാത്തൊരു പാറക്കെട്ടിന്റെ ഉള്ളിൽ വെച്ചാണ് നീ കൃത്യം ചെയ്യുന്നത്. ആരാരും അറിയാത്തൊരു മലമ്പ്രദേശത്താണ് നീ ഇത് നിർവഹിക്കുന്നത്. ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്, ആകാശത്തിലോ ഭൂമിയിലോ എവിടെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം കൃത്യമായി അറിയും. റബ്ബിലേക്ക് ആ വിഷയം ശരിയായ രൂപത്തിലെത്തും. അല്ലാഹു ആ വിഷയത്തിന്റെ കാര്യം ഒന്നും വിട്ടുപോകാത്ത രൂപത്തിൽ തന്നെ അല്ലാഹു അറിയും. അവിടെയെല്ലാം അല്ലാഹുവിന്റെ സാമീപ്യമുണ്ട്, നോട്ടമുണ്ട്. അല്ലാഹുവിന്റെ നോട്ടം എപ്പോഴും നിന്റെ മനസ്സിൽ ചിന്ത വേണം മോനെ. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ഉപകരണങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്തതും അതീവ സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹ്. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന വികാരങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന ഉപകരണങ്ങളുണ്ടോ? ഒരു മനുഷ്യന്റെ മനസ്സിൽ ചിന്തിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും പദ്ധതി ആവിഷ്കരിക്കുന്നതും ഒന്ന് ഒപ്പിയെടുക്കാൻ പറ്റുന്ന വല്ല ഉപകരണങ്ങളുമുണ്ടോ? ഹിപ്നോട്ടിസം വരെ പലതിലും തോറ്റുപോകാറില്ലേ?
അത്രയും രഹസ്യങ്ങളല്ലേ പലരും സൂക്ഷിക്കുന്നത്. എന്നാൽ ആ രഹസ്യം അറിയുന്നവനാണ് അല്ലാഹ്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അതിസൂക്ഷ്മമായ അറിവുള്ളവനാണ്, ആന്തരിക രഹസ്യങ്ങൾ മുഴുവനും അറിയുന്നവനാണ്. മോനെ, അള്ളാഹുവിനെ നീ നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. അതുകൊണ്ടാ മോനോട് പറഞ്ഞത്, മോനെ ഒരു തെറ്റ് ചെയ്യണമെന്ന് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു നിന്നെ നിരീക്ഷിക്കാത്ത, അള്ളാഹു അറിയാത്ത ഒരിടം എവിടെയെന്ന് നീ അന്വേഷിച്ചോ. എന്നിട്ട് നീ ആ തെറ്റിന് വേണ്ടി പദ്ധതി ആവിഷ്കരിച്ചോ. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ തന്റെ മോനോട് നൽകിയ ഉപദേശങ്ങളിൽ ഒന്നാണ്, എപ്പോഴെങ്കിലും നിന്റെ മനസ്സിൽ ഒരു അധർമ്മത്തിന്റെ ചിന്ത വരികയാണെങ്കിൽ, അങ്ങനെ ഒരു പദ്ധതി നീ ആവിഷ്കരിക്കുകയാണെങ്കിൽ ആദ്യം നീ ആലോചിക്കേണ്ടത് അള്ളാഹു കാണാത്ത, അള്ളാഹു അറിയാത്തൊരു ഇടം എവിടെ, എന്നിട്ട് വേണം നീ ആ വിഷയത്തിലേക്കൊന്നു മുതിരാൻ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിരീക്ഷണത്തെ സംബന്ധിച്ച് ശരിയായൊരു ചിത്രമാണ് തന്റെ മോന് പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാ വിഷയങ്ങളും നീ ചെയ്യുമ്പോഴും നീ ആവിഷ്കരിക്കുമ്പോഴും നാട്ടുകാരറിഞ്ഞില്ലെങ്കിലും അത് നീ പ്രശ്നമാക്കണ്ട, വീട്ടുകാരറിഞ്ഞില്ലെങ്കിലും നീ വിഷയമാക്കണ്ട. ആരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അല്ലാഹു അറിയും. ആ ഒരു ചിന്തയാണ് എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാകേണ്ടത്. ഒന്നാമതായി കൊടുക്കുന്ന ഉപദേശം ഇതാണ്. എത്രമാത്രം കനമാർന്ന ഉപദേശം. അത് ചെയ്യുന്നത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും, ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറ, എത്ര രഹസ്യമായിട്ടാണെങ്കിലും മോനെ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ ശ്രദ്ധിക്കണം. നീ എന്ത് അധർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന്റെ അറിവുണ്ട്, അള്ളാഹുവിന്റെ നിരീക്ഷണം ഉണ്ട്. അത് ശരിയായ നിലക്ക് നീ വിലയിരുത്തണം. നല്ലൊരു മാർഗമാണ്, നല്ലൊരു ഉപദേശമാണ് ഈ കൊടുത്തത്. യാ ബുനയ്യ അഖ്മിസ്സലാ. നല്ല യുവതി യുവാക്കളെ സൃഷ്ടിക്കുമ്പോൾ ഉപ്പമാര് ഉമ്മമാര് ഉപദേശിക്കേണ്ട രണ്ടാമത്തെ വിഷയം, കുഞ്ഞുമോനെ എപ്പോഴും നിസ്കാരം നിലനിർത്തണം. അഖ്മിസ്സലാ, നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത്, നിസ്കാരം നിലനിർത്തണം. കൃത്യമായും നിത്യമായും അത് നിർവഹിക്കണം. നല്ലോണം നിസ്കരിക്കുന്ന യുവാവാണോ, നല്ലോണം നിസ്കരിക്കുന്ന പെങ്ങളാണോ, ഏറെക്കുറെ വിശ്വസിക്കാൻ പറ്റും. കാരണം നിസ്കാരം അതൊരു മനുഷ്യന്റെ നന്മയുടെ എല്ലാ ഭാവുകങ്ങളുടെയും തെളിവാകുന്നൊരു അടയാളമാണ്. പല തിന്മകളും പലരിലും ഉണ്ടായിട്ടും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അലൈസ ഹുവ യുസല്ലി, നിസ്കരിക്കുന്ന ആളല്ലേ? ചില തിന്മയുടെ അധർമ്മങ്ങളുടെ കേസ് വരുമ്പോഴൊക്കെ യുവതി യുവാക്കളിൽ നിന്ന് വരുമ്പോൾ അവിടുത്തെ ചോദ്യമാണ്, നിസ്കരിക്കുന്ന ആളല്ലേ? അതൊരു ചോദ്യം തന്നെയാ. നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അതിനൊരു പ്രത്യേകത വേറെ തന്നെയുണ്ട്, ചെറിയ പ്രത്യേകതയല്ല. നിസ്കരിക്കാത്ത ആളാണോ, ആണാണോ പെണ്ണാണോ, അവന്റെ യുവത്വം വെറുതെയാണ്. അത് വെറുതെ തുലക്കാണ്, അതിൽ കാര്യമില്ല. നിസ്കാരം അടിസ്ഥാനപരമായിട്ട് വേണ്ട, നട്ടുപിടിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഞാനത് നീട്ടിപ്പരത്തി പറയുന്നില്ല. അഖ്മിസ്സലാ, കൃത്യമായും നിത്യമായും അത് നിർവഹിക്കാനുള്ള നല്ല കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം. ഒരു വിഷയത്തിലും ഒരു പ്രശ്നത്തിലും ഒരു കാര്യത്തിലും നമുക്ക് കുടുങ്ങേണ്ടി വരില്ല. എല്ലാ വിഷയത്തിലും വിജയിക്കാൻ കഴിയും. യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ജീവിച്ച ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം യുവത്വ പ്രായം കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ ഈസാ നബി അലൈഹിസ്സലാമിന് ഉയർത്തപ്പെട്ടു. ഇനിയും ശേഷിക്കുന്ന യുവത്വകാലം മഹാനവറുകൾക്ക് പൂരിപ്പിക്കാനും പൂർത്തീകരിക്കാനുണ്ട്. അവർ കുഞ്ഞിളം കാലത്ത് നൽകിയ, എനിക്കെൻ്റെ അള്ളാഹു നൽകിയ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മഹാനവറുകൾ തൊട്ടിലിൽ കിടന്നുകൊണ്ട് മറ്റുള്ളവരെ മുന്നിലേക്ക് വിളിച്ചറിയിച്ച സന്ദേശം. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. നല്ല സംഭാവനകളും സഹായങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ പരിപാടിക്ക് വേണ്ടി നേരത്തെ സഹകരിച്ചതുപോലെ അതിനേക്കാൾ ഉപരിയായി എല്ലാവരും നല്ല രൂപത്തിൽ സഹകരിക്കണം. നേരത്തെ നമ്മുടെ ദാരിമി ഉസ്താദ് അവർ ഓർമ്മപ്പെടുത്തിയതുപോലെ
കമ്മിറ്റിക്കാരും മറ്റൊക്കെ ഉദ്ദേശിക്കുന്ന നല്ല പദ്ധതികളൊക്കെ പൂർത്തീകരിക്കണമെങ്കിൽ ബാലൻസ് വരണമല്ലോ, ചിലവൊക്കെ കഴിച്ച്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് എല്ലാവരും സഹകരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.